ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് കുറച്ച് പഞ്ചസാര എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതും ഇതുപോലെ മിക്സിയിലിട്ട് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ അതിലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ വാനില എസൻസും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണേ. വെള്ളം അധികം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാത്രം ഏത് ഷേപ്പിൽ കേക്ക് വേണോ ആ ഷേപ്പിലുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ഇതുപോലെ ഗ്യാസിൽ ഒരു പാത്രത്തിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ച് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വൈകുന്നേരം പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. താങ്ക്